ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ പറ്റുന്നവര് ഒന്ന് ക്യാമറ ഓൺ ചെയ്താൽ നന്നായിരുന്നു. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊരു സന്തോഷം വേണ്ടേ? എന്നെ കേൾക്കുന്നവരെ മുഖമൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ? അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നതും ആ ഒരു വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു പാലം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടും വേണം അങ്ങോട്ടും വേണം. പിന്നെ എനിക്ക് തോന്നുന്നു അധികം സ്ത്രീകളായിരിക്കും. അപ്പം ക്യാമറ ഓൺ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സമയം ഇതൊരു നല്ലൊരു പീക്ക് ടൈം ആണല്ലോ, ഒരു വീട്ടിലെ ഒരു അടിപൊളി ടൈം ആണല്ലോ അല്ലെ? അപ്പോ ഇവിടെ ഒരു മുഖമെങ്കിലും വേണ്ടേ? നിങ്ങൾ എന്നെ ഇങ്ങനെ കാണാന്ന്, ഞാനും ക്യാമറ ഓഫ് ആക്കാം. എന്താണ് അഭിപ്രായം? ഏ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ഓഫ് ആക്കിയാലോ? ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ, നമുക്കങ്ങനെ. അപ്പോഴേ വീണ്ടും പറയാണ്, പറ്റുന്നവർ ക്യാമറ ഓൺ ചെയ്യുക. അപ്പൊ എനിക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് നല്ല കാര്യമായിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. കാരണം എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയാൻ തന്നെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് എന്ന് തന്നെ മനസ്സിലാക്കണം. അതായത് കണ്ടല്ലോ, താഹിറ താനെ കണ്ടു. ഓക്കെ, ഓ സന്തോഷം. അപ്പൊ നമ്മള് സ്നേഹത്തിന്റെ ഭാഷയെ കുറിച്ചാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, സ്നേഹത്തിന് അങ്ങനെ ഒരു ഭാഷയുണ്ടോ? സ്നേഹം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഇനി ഒരു പ്രത്യേക ഭാഷയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം അല്ലേ? നമുക്കൊരു ഭാഷയില്ലേ? നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതൊക്കെ അല്ലേ, നമ്മുടേതായ ഒരു ഭാഷയാണ്. നമ്മുടേതായ ഭാഷയുണ്ട്, നമ്മുടേതായ ശൈലിയുണ്ട്, രീതിയുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വവും വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആളുകൾ ഇങ്ങനെ വരുവാണ്, അഡ്മിറ്റ് ചെയ്ത് കൊടുക്കൂ കേട്ടോ. ഞാൻ മ്യൂട്ടായി പോയില്ലേ എൻ്റെ ഇടയ്ക്ക്? അപ്പൊ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു ഭാഷ. ഇപ്പൊ എന്നെ കേൾക്കുന്ന ഒരുവിധ ആളുകളുടെ എല്ലാവരുടെയും ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ എന്ന് പറയുന്നത് എന്തായിരിക്കും? മലയാളം തന്നെയായിരിക്കും. എന്നാൽ എല്ലാവരും ഇവിടെ കേരളത്തിലാണോ? അല്ല. നമുക്ക് അങ്ങ് സിംഗപ്പൂരിൽ നിന്ന് വരെ ആളുകളുണ്ട് അല്ലേ? അല്ലേ, എന്നെ കേൾക്കുന്നവര് സിംഗപ്പൂരിൽ ഇരിക്കുന്നവരുണ്ട്, എനിക്ക് തോന്നുന്നു ദുബായിലുള്ളവരുണ്ട്, പുറം നാടുകളിലുള്ളവരുണ്ട്. എന്നാൽ നമ്മൾ കേരളത്തിലിരുന്ന് കേൾക്കുന്നവരും ഉണ്ട്. പക്ഷെ എല്ലാവരും നമ്മൾ മലയാളീസ് ആണ്. അപ്പൊ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളം അല്ലെ? മദർ ടങ് മലയാളമാണ്. ഇതേപോലെ തന്നെ സ്നേഹത്തിനും ഉണ്ട് വ്യത്യസ്ത ഭാഷകൾ. അതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, സ്നേഹത്തിന്റെ ഭാഷകൾ തിരിച്ചറിയാന്നുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിൽ മലയാളമാണെങ്കിൽ ഈ മലയാളിയോട് ഒരു ഹിന്ദിയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മറ്റേ ഫിലിമില് എന്തായിരുന്നു, ജഗതിയോട് അല്ലെ, കിലുക്കത്തിലല്ലായിരുന്നു, തും ഹമാര ദുഷ്മൻ എന്ന് ചോദിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ? അതേപോലെ നമ്മൾ ഹിന്ദിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അറബിയിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ നമുക്കത് പിടുത്തം കിട്ടുമോ? അതൊരു ലിമിറ്റ് വരെ നമുക്ക് മനസ്സിലാവുള്ളൂ, ഒരു വിധമൊക്കെ മനസ്സിലാവും. കുറെയൊക്കെ ലാംഗ്വേജസ്, അതായത് ആക്ഷൻസിലൂടെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കും. എന്നാലും നമ്മുടെ മാതൃഭാഷയിൽ ഇങ്ങോട്ട് കിട്ടിയാലേ നമുക്ക് എന്താവുള്ളൂ? ആ ഒരു സുഖം കിട്ടുള്ളൂ. ആ ഒരു കറക്റ്റ് സംഭവം പിടുത്തം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ മലയാളത്തിൽ തന്നെ നമുക്ക് കിട്ടണം അല്ലേ? ഏ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. ഞാനിവിടെ പെട്ടെന്ന് ഒരു മുഖം കാണുകയാണ്. നമ്മുടെ ഈ ഒരു ഭാഷയെ കുറിച്ച് പറയുമ്പോൾ സത്യം പറയാലോ, ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കട്ടെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ കണ്ടു, ഷഹബാന്.
അപ്പൊ ഈ ഒരു ഭാഷയെ പറ്റി പറയുമ്പോ ഷഹബാന്റെ മുഖം കണ്ടത് എനിക്ക് പെട്ടെന്ന് ശരിക്കും ഒരു ഇതായി. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞതും തുടങ്ങിയതും ഇത് നമ്മളിലേക്ക് ഇങ്ങനെ ഒരു സംഭവം എടുത്തു വിട്ടതും ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഷഹബാനെ കണ്ടപ്പോ സന്തോഷായി, പഴയതൊക്കെ ഓർമ്മയായി. ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിന്നെ താങ്ക് കണ്ടത് എന്തോ യു, ഒരു സന്തോഷം. താങ്ക് യു, താങ്ക് യു. കുറെ മുഖങ്ങൾ ഇങ്ങനെ കാണാതിരിക്കുമ്പോഴേ പെട്ടെന്ന് ഞാൻ കാണുമ്പോൾ നിന്നെയാണ്. അതും ഈ ഒരു ക്ലാസ് ഫസ്റ്റ് ഞങ്ങളുടെ ഇടയിൽ ഈ ഒരു ക്ലാസ് കൊണ്ടുവന്ന ആളാണ് കേട്ടോ. ഈ ഒരു സ്നേഹഭാഷയെ പുറത്തേക്ക് അറിയിച്ചു തന്ന ഒരാളാണ്. അപ്പൊ ഭാഷയെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ മനുഷ്യ മനസ്സിലും ഒരുപാട് ഭാഷകളും ഒരുപാട് വ്യത്യസ്തമായ രീതികളും ഉണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. നമ്മൾ എപ്പോഴും പറയും പലരും യുണീക്കാണ്, അല്ലെങ്കിൽ എന്നെ പോലെയല്ല. ഇത് അഡ്മിറ്റ് ചെയ്ത് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ അഡ്മിറ്റ് ചെയ്തിട്ടേ അപ്പൊ ഒരുപാട് പേര് വ്യത്യസ്തരാണ് എന്ന് നമ്മൾ എപ്പോഴും പറയേണ്ടത്. നമ്മുടെ മക്കൾ തന്നെ ഇപ്പൊ 3-4 മക്കളുള്ള ഒരു വീട്ടില് ഇവര് വ്യത്യസ്തരാണ്. അവർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. പക്ഷെ അവർ വന്നത് അല്ലേ ഒരു മാതാവിന്റെയും ഒരേ പിതാവിന്റെയും കുട്ടികളായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷെ അവർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത രീതികളും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോരുത്തരിലും പല രീതിയിലുള്ള സ്നേഹഭാഷകളാണ് ഉള്ളത്. അതാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കണം എന്ന് പറയുന്നത്? നമ്മുടെ ലൈഫ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ലവ് ലാംഗ്വേജ് അറിയുക തന്നെ വേണം. അതെന്താണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയണം. നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ കുറെ മനസ്സിലാക്കായ്മ, അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പരസ്പരം മനസ്സിലാക്കലില്ലാത്തത് കൊണ്ട് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? രണ്ടു കൂട്ടരും അടിപൊളിയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും നല്ലവരൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് തിരിച്ചറിയാനുള്ള ചെറിയ എന്തോ ഒരു ടെക്നിക് നമ്മളുടെ ഇടയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ആ ടെക്നിക്ക് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ടെക്നിക്കിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പൊ 5 ഭാഷകൾ ഉണ്ടെന്നാണ്. ഇപ്പൊ ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്. അപ്പൊ സ്നേഹത്തിന് മെയിൻ ആയിട്ട് 5 ഭാഷ, അതിലേറെ ഭാഷകൾ ഉണ്ടാവാം. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത രീതികളും ശൈലികളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള 5 ഭാഷകളാണുള്ളത്. അപ്പൊ ഈ 5 ഭാഷയിലെ എന്താ പറയാ, നമ്മൾ ഓരോരുത്തരോടും പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാ. ഇനിയിപ്പോ അത് എന്തായാലും ഒരു പുറത്തിറങ്ങിയാലും ഒരു സ്ഥലം കാണാൻ പോണേ, അവിടെ പോണ്ട, നമുക്ക് ഇവിടെ പോവാം, അല്ലെ? ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യും. ഇപ്പൊ വലിയ എന്താ പറയാ, എന്തായിരുന്നു പറയാ, കുടുംബമേളയുടെയും കുടുംബ സംഗമത്തിന്റെയും ഒക്കെ കാലം. അപ്പൊ എല്ലാരും കൂടി 100 ആളൊക്കെ റിസോർട്ട് ബുക്ക് ചെയ്തല്ലേ ഇവിടെ പോവാ അവിടെ പോവാ പറയും. പലർക്കും പല അഭിപ്രായങ്ങളാണ്. അവിടെ പോണ്ട, അവിടെ വേണം, അവിടെ ഇപ്പൊ എന്ത് കാണാനാ, ഇവിടെ പോവാ, ഇവിടെ ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. അപ്പൊ അതവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവരത് അവരുടെ താല്പര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, എനിക്കൊരു സ്നേഹഭാഷയുണ്ട്, എന്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ കൂടെ ഉള്ളവർക്ക് എന്റെ ഇഷ്ടമായിരിക്കുമോ വേണ്ടി വരിക? അല്ല. അവർക്ക് അവരുടേതായ ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ വെച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട്. അവരുടെ സ്നേഹത്തിന് അവരുടേതായ ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ പ്യൂരിറ്റിയോ ഒക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ കൂടെയുള്ള അത് പാർട്ട്നേഴ്സിന് മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഈ ഒരു സ്നേഹഭാഷയെക്കുറിച്ചും ലവ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് എടുക്കുന്നതെങ്കിലും നമ്മളുടെ പിഞ്ചു മക്കൾ മുതൽ നമ്മുടെ ഈ സ്നേഹഭാഷ പരിഗണിച്ച് അവരെ വളർത്തിയെടുക്കണം എന്നാണ്. കുട്ടികളെ നമ്മൾ ആ ഒരു അവരുടെ സ്നേഹഭാഷ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വളർത്തിയെടുക്കുമ്പോഴല്ലേ അതിൽ വലിയ മാറ്റം ഉണ്ടാവും. കുട്ടികളിലൊക്കെ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് ഭാഷ മനസ്സിലാക്കുക, എങ്ങനെയാണ് നമുക്ക് അവരെ നല്ല ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? അപ്പൊ എന്റെ ഭർത്താവിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ കേൾക്കുന്നതാണേ. ഞാനൊരു കൗൺസിലർ കൂടിയാണ്. അപ്പൊ ക്ലിനിക്കിൽ വരുന്ന കുറെ ക്ലയൻസ് വന്നിരുന്ന് കഴിഞ്ഞാൽ പറയുന്നതാണ്, മാം എല്ലാം ചെയ്യും, പക്ഷെ എന്തോ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യം പുള്ളിക്ക് അതൊന്നും അറിഞ്ഞൂടാ എന്ന് പറയും. അത് കഴിഞ്ഞ് ഇവരെ കേട്ട് കഴിഞ്ഞ് പിന്നെ മറ്റാളെ ഇരുത്തുമ്പോൾ പറയും, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് മാം, ഞാൻ എന്തൊക്കെ ചെയ്യുന്ന ആളാന്നറിയോ, എന്തൊക്കെ കൊടുക്കും, പക്ഷെ അവൾക്കൊരു നന്ദിയില്ല. ഭർത്താവ് വന്നിട്ട് പറയുന്ന ഇതാ, ഞാൻ എന്ത് ചെയ്താലും അവൾക്കൊരു നന്ദിയില്ല, അവൾക്കൊരു വിലയില്ല. ഏ
അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാക്കുകൾ, ഈ നന്ദികേടും ഈ വിലയില്ലായ്മയും ഒക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഭാഷയിൽ വരുന്ന വ്യത്യാസം, ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ജീവിത രീതികളും അവർ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നമുക്ക് വരുത്താൻ പറ്റുന്ന. അപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവിടെ മനസ്സിലാക്കുക, എന്നെപ്പോലെ ഒരു ഇഷ്ടങ്ങളും എന്നെപ്പോലെയുള്ള പല ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ എൻ്റെ കൂടെയുള്ള ആളുകൾക്കുണ്ട്, എൻ്റെ പാർട്ട്ണർക്കുണ്ട്, എൻ്റെ മക്കൾക്കുണ്ട്, എൻ്റെ പാരൻസിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ 5 വ്യത്യസ്ത ഭാഷകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ടും സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻസ്. അതായത് വേർഡ്സ് ഓഫ് അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് സംസാരങ്ങൾ കൂടുതൽ ഇങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ എന്താണ്, വാക്കുകളിലൂടെ പ്രകടമാക്കുക എന്നാണ് അർത്ഥം. വാക്കുകളിലൂടെ സ്നേഹിച്ചൂടെ? സ്നേഹിക്കലില്ലേ വാക്കുകളിലൂടെ? അല്ലേ? ഗൾഫിലുള്ളവരും അന്യനാട്ടിൽ നിൽക്കുന്നവരൊക്കെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അവരെ സ്നേഹിച്ചിട്ട് അവര് ഫോണിലൂടെയും അല്ലാതെയും കുറെ ടെക്സ്റ്റ് മെസ്സേജിലൂടെ അങ്ങനെ ആ രീതിയിലല്ലേ അവർ സ്നേഹങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ദൂരെ നിൽക്കുന്നവർക്ക് മാത്രമേ ആ വാക്കുകളിലൂടെ സ്നേഹിച്ചാൽ മതി എന്നാണോ? അല്ല. അടുത്തുള്ളവരും വാക്കുകളിലൂടെ അതാണ് അവരുടെ ലവ് ലാംഗ്വേജ് എങ്കിൽ അവർക്ക് ആ രീതിയിൽ തന്നെ അവരോട് പെരുമാറുന്നതോ അല്ലെങ്കിൽ ആ രീതിയിൽ സമീപിക്കുന്നതോ ആയിരിക്കും ഇഷ്ടം. അപ്പൊ ഈ വാക്കുകളിലൂടെ എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിട്ടും നമ്മൾ ഇടയ്ക്ക് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നീ അടിപൊളിയാണ്, നിന്നെ കാണാൻ നല്ല രസമാണ്, എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടാലേ ഒരു പ്രത്യേക ഭംഗിയാണ്, എടോ ഇന്നത്തെ കറി എന്ത് രസാണെന്നറിയോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്, ഇല്ലേ? നമ്മൾ സ്ത്രീകൾ അധികം അങ്ങനെയൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സ്ത്രീകളെ മാത്രം പറയുന്നു വേണ്ട, പുരുഷന്മാരും. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ സ്ത്രീകളുടെ ഒരു ഏരിയ ആണെന്നാണ്. ആദ്യമൊക്കെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നു തുടങ്ങിയ സമയത്ത് ഇപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ ക്ലാസ് ഒക്കെ കേട്ട് സാർമാരൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് അതൊക്കെ സ്ത്രീകൾക്കാണ്. പക്ഷെ ഞാൻ ഈ ഒരു കൗൺസിലിംഗ് ഫീൽഡിലേക്ക് എത്തി, നമ്മൾ ആ ഒരു സീറ്റിൽ പോയി ഇരുന്ന ശേഷമാണ് ഇത്ര പുരുഷന്മാരാണെന്നറിയോ വന്നിട്ട് പറയാം, മാം ഞാൻ എത്ര പറഞ്ഞാലും കല്ല് പോലെയാണ്, ഒരു ഇത് വരേയില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിക്കും ഇവരുടെ ഉള്ളിലും അങ്ങനെയുള്ള പുരുഷന്മാരും ഉണ്ട്. നമ്മൾ വിചാരിക്കണം പുരുഷന്മാർ ഭയങ്കര ഇതാണ്, ഹാർഡാണ്, അവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നുമല്ല. അവർക്കും അവരുടെ ഉള്ളിലും പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ ഇടയിലുള്ള അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ഭാഷകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നാലാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുക? എൻ്റെ കൂടെയുള്ള, എൻ്റെ സ്വന്തം എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഏതൊക്കെ ഭാഷകളുണ്ട്, ഏതൊക്കെ ഭാഷക്കാരാണ് എൻ്റെ കൂടെ ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ എൻ്റെ കൂടെ ഒരു ബംഗാളി ഉണ്ട്, എൻ്റെ കൂടെ ഒരു ഫിലിപ്പിനി ഉണ്ട്, അല്ലെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ ഇന്നാളുണ്ട്, അവൻ എന്താണ് സുഡാനാണ് അല്ലെങ്കിൽ അറബിയാണ് എന്നൊക്കെ നമ്മൾ പറയും. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ എൻ്റെ കൂടെ മലയാളം പറഞ്ഞ് എൻ്റെ കൂടെ ജീവിക്കുന്ന എത്രയോ വർഷങ്ങളായിട്ട് 10ഉം 15ഉം 20ഉം വർഷമായിട്ട് എൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന ഒരു പാർട്ട്ണർ എനിക്കുണ്ട്. പക്ഷെ ആ പാർട്ട്ണർക്ക് സ്നേഹത്തിന് ഒരു ഭാഷയുണ്ട്. ഈ ഭാഷ ഏതാന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പോയില്ലേ കാര്യം? പിന്നെ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയുന്ന ആൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന 5ഉം എല്ലാവരിലും ഉണ്ടാവും കേട്ടോ. എല്ലാവരിലും 5ഉം ഉണ്ടാവും. ഉണ്ടാവണല്ലോ, അപ്പോഴാണല്ലോ ഒരു പൂർണ്ണതയിൽ എത്തുന്നത്. ഈ 5ഉം എല്ലാവരിലും ഉണ്ടാവും. പക്ഷെ ഇതിലേതെങ്കിലും ഒരെണ്ണം മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാവും. ആ ഒരെണ്ണം കുറച്ചൊരു ഗ്രാഫില് കുറച്ച് ഹൈലായിരിക്കും. അതാണ് അവരുടെ മെയിൻ ഭാഷ എന്ന് പറയുന്നത്, മെയിൻ ലാംഗ്വേജ്. അപ്പൊ ചിലവർക്ക് ഈ ഇങ്ങനെ പുകഴ്ത്തുന്നതായിരിക്കും ഇഷ്ടം, ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കൊടുക്കുക, അങ്ങനെയായിട്ടും ഇങ്ങനെയായിട്ടും ഒരുങ്ങിയാലൊക്കെ എന്ത് രസാ ഇങ്ങളെ കാണാൻ. അത് മതി. ഒരു ചെലവില്ലാത്ത പരിപാടിയാണത്, ഒരു റിസ്കും ഇല്ല, അതങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഫുഡ് ഉണ്ടാക്കിയാൽ നല്ലതാണ്, ആണുങ്ങൾക്കായാലും. ഇങ്ങള് ഇന്നലെ ചെയ്ത ആ വർക്ക് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ചില കാര്യങ്ങൾ ഞാൻ സമ്മതിച്ച് തന്ന്, ഞാൻ തന്നെ വിചാരിക്കലുണ്ട് ഇതൊക്കെ എങ്ങനെയാ പറ്റുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പം തന്നെ അവിടെ കാര്യങ്ങളൊക്കെ ആയി. അതേപോലെയാണ് ഇത് നമ്മുടെ മക്കള്, കുട്ടികൾ ചെയ്ത ചില കാര്യങ്ങൾ, ചില വർക്കായാലും പഠനങ്ങളായാലും അവർ വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കൊന്ന് എടുത്തു പറഞ്ഞ് നീ നമ്മൾ പറയില്ലേ മാഷാ അല്ലാ, അല്ലെങ്കിൽ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നിന്റെ ഈ കാര്യങ്ങളൊക്കെ നല്ല ഇതിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവരെ
ഒന്ന് അവരെ അപ്രിസിയേറ്റ് ചെയ്യുമ്പോഴേക്ക് അവരെ എവിടെ എത്തുന്നറിയോ? കുട്ടികളെ ആ രീതിയിൽ വളർത്തിയെടുക്കണം എന്നാ. അവർക്ക് നമ്മൾ നല്ലൊരു പരിഗണനയും അംഗീകാരം കൊടുത്ത് വളർത്തിയെടുക്കണം എന്നാ. അപ്പൊ എന്തിലൂടെ നമുക്ക് കൊടുക്കാം? വാക്കുകളിലൂടെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് ഈ വക കാര്യങ്ങൾ കേൾക്കാനും ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. എല്ലാ മക്കൾക്കും ഇഷ്ടമായിരിക്കും, എല്ലാ പാർട്ട്നേഴ്സിനും ഇഷ്ടമായിരിക്കും. പക്ഷെ അധികമായിട്ട് അവർ ഇതിനോട് താല്പര്യമുള്ള കുട്ടികളാണോ, പാർട്ട്നേഴ്സ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇങ്ങനെ ഒളിപ്പിക്കുന്നൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടം ഇതായതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തിരിക്കണം, നിങ്ങൾ അത് കൊടുക്കണം എന്നാണ്. അപ്പൊ വേർഡ്സ് ഓഫ് അഫർമേഷൻ കഴിഞ്ഞു. അത് ചെയ്യാനുള്ള ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താണെന്നറിയോ? ക്വാളിറ്റി ടൈമാണ്. ക്വാളിറ്റി ടൈമും കമ്മ്യൂണിക്കേഷനും ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും അതായത് റിലേഷൻഷിപ്പിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ മാരേജ് റിലേഷൻഷിപ്പ് ആയാലും അല്ലെങ്കിൽ എന്താണ് ഏതൊരു റിലേഷൻഷിപ്പിലായാലും നമുക്ക് ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയം, ആ ഒരു സ്പേസ്. ആ സ്പേസിൽ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത്. ഞാൻ 24 മണിക്കൂർ എന്റെ കൂടെ അല്ലേ എന്ന് ചോദിക്കുന്ന ചില ഭർത്താക്കന്മാര് നമ്മുടെ കൂടെയൊക്കെ ഉണ്ട് ഇല്ലേ? ഞാൻ ഇവിടെ തന്നെ അല്ലേ, ഞാൻ എപ്പോഴും നിങ്ങളെ കൂടെ അല്ലേ. പക്ഷെ എങ്ങനെ? സംഭവം ശരിയാ, ഞാൻ നിങ്ങളെ കൂടെ തന്നെ, അല്ലെ നിങ്ങൾ നമ്മളെ കൂടെ തന്നെ അല്ലേ. നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ട്. പക്ഷെ എങ്ങനെയുള്ളത്? ഇങ്ങനെ ഒരു ചത്ത ശവം പോലെ ഇവിടെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ക്വാളിറ്റി ടൈം ഏതാൾ ഈ പറയുന്നതൊക്കെ എല്ലാവർക്കും വേണം. അത് കുട്ടികളെയും ഞാൻ ഏതൊരു ക്ലാസ് എടുക്കുമ്പോൾ മക്കളെയാണ് ഇങ്ങനെ പറയാം, മക്കളെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഇതിലേക്ക് വരിക. അപ്പൊ കുട്ടികൾക്കായാലും ഇതിപ്പോ ഒരു കപ്പിൾസിന് മാത്രം കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല. കുട്ടികൾക്കായാലും നമ്മൾ ക്വാളിറ്റി ടൈം കൊടുക്കണം. അപ്പൊ ആ ടൈമിന് വാല്യൂ കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ക്വാളിറ്റിക്ക് എന്താ പറയാ, അവരുടെ ഒരു സാമീപ്യത്തിന് വാല്യൂ കൽപ്പിക്കുന്ന കുട്ടികളോ പാരന്റ്സോ പാർട്ട്നേഴ്സോ ആണെങ്കിൽ നമ്മൾ കുറച്ച് അധികം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഫോണ് എന്താ പറയുമ്പോ നമ്മളിങ്ങനെ ഉണ്ടാവൂലേ, എന്താ ഇങ്ങനെ പറഞ്ഞോ, ഞാൻ കേട്ടോളാം, എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് നമ്മളെ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോണും പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ഉണ്ടാവാറില്ലേ? അങ്ങനെ നമ്മൾ ഒരാൾക്ക് സമയം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അവരെ കേട്ടിട്ട് കാര്യമുണ്ടോ? ഓക്കെ, എന്നിട്ട് പിന്നെന്തായി? എന്തേനു? അല്ലാന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ലാന്ന് നിങ്ങൾ കേട്ടോ? ഇത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറില്ലേ? അവിടെ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടത് മനസ്സറിഞ്ഞ് തുറന്നിരുന്ന് ആത്മാർത്ഥതയോടുകൂടി കേൾക്കുന്ന ഒരു പാർട്ട്ണറെയാണ്. അല്ലെങ്കിൽ സമയം ചെലവഴിക്കുന്ന, യാത്രകൾ കൊണ്ടുപോകുന്ന, യാത്രയിലൊക്കെ പോയി ഇടയ്ക്കൊക്കെ ഒരു സമയത്ത് യാത്ര പോവുക, പുറത്ത് പോയി ഒരു ചായ ഒക്കെ കുടിക്കുക, ചില കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ഒരു 10 മിനിറ്റെങ്കിലും സംസാരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പം ഇത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുക. പ്രത്യേകിച്ച് സ്നേഹഭാഷ ഇതാണ് എൻ്റെ പാർട്ട്ണർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുൻതൂക്കം കൊടുത്തിട്ട് ചെയ്യുക. ഒപ്പം തന്നെ അവിടെ ഭയങ്കര സന്തോഷം. അവർക്ക് അത് മതി, അവർക്ക് വേറൊന്നും വേണ്ട. ഞാൻ ഒരു പക്ഷേ വേറെ സ്നേഹഭാഷയിലായിരിക്കാം, ഞാൻ ചിലപ്പോൾ വേർഡ്സ് ഓഫ് അഫർമേഷനിലായിരിക്കും. പക്ഷെ മറ്റാൾക്ക് എന്തായിരിക്കും? ക്വാളിറ്റി ടൈം ആയിരിക്കും. അപ്പൊ അത് നോക്കാതെ എന്റേതല്ലാതെ അവൾക്ക് ഇതാണ് അല്ലെങ്കിൽ അവർക്ക് ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെയും നമ്മുടെ ലൈഫ് ഏറ്റവും വളരെ സിമ്പിളാണ് ശരിക്കും, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് പ്രയാസം. അതെന്തൊക്കെയാണെന്നുള്ള തിരിച്ചറിവിനാണ് പ്രയാസം. ഇവിടെ ചില നേരം ഒരു ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ചില ആളുകൾ കയറി ഇറങ്ങി നടക്കും അല്ലെ. ചില കാര്യങ്ങളിൽ ഈഗോയിസം ഇങ്ങനെ വരുമ്പോഴാണ് ഇനിയിപ്പോ ഞാൻ ഓളെ മുന്നിൽ കുറെ വർത്താനം പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇയാളോട് ഇങ്ങനെ കുറച്ച് ഇത് പറഞ്ഞാല് അങ്ങനൊക്കെ നമുക്ക് തോന്നൂലേ, ഇത്രയും കാലം ഇല്ലാത്തത് ഇനിയിപ്പം കൊണ്ട് കൊടുത്താൽ ഇനിയിപ്പോ വേറെന്തോ കാര്യം നേടാനാണെന്ന് വിചാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. 10-15 വർഷം കഴിഞ്ഞാൽ ഇത്രയും കാലം ഇല്ലാത്തത് എന്താ ഇപ്പം? അങ്ങനത്തെ ഒരു ചോദ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്കിടയിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. യാത്ര പോവാത്തവരാണെങ്കിൽ എപ്പോഴും എല്ലാവരെയും നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ കൂട്ടി മാത്രം സമയം ചെലവഴിക്കുന്നവരാണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ഒന്ന് സമയം ചെലവഴിക്കുക. മക്കളുടെ കൂടെയൊക്കെ ഒന്ന് റൂമിലോ അല്ലെങ്കിൽ കട്ടിന്റെ മേലെയൊക്കെ ഒന്ന് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഇരുന്ന് സംസാരിച്ച് അതൊക്കെ ഒരു രസമല്ലേ? അച്ഛന്മാരെയാണ് കിട്ടാതിരിക്കുക. അധികം ഉപ്പമാരെ കിട്ടൂല എന്നാണ് അധികം ആൾക്കാരും പറയാറ്. ഉപ്പമാരെ അങ്ങനെ ഒരു വലിയൊരു ഇതിൽ നിൽക്കാൻ ഇനി വന്നാൽ തന്നെ ഉപ്പമാർക്ക് എന്തൊക്കെയോ ഒരു വലിയ വിഷയം തലയിൽ കയറ്റിയിട്ടുള്ള ആളുകളെ പോലെയാണ് അവർ നിൽക്കുക. എന്നാലും
കുറച്ച് സമയം ആ ഒരു ഇതിൽ ഒരു 10 മിനിറ്റ് ആ മക്കൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം അറിയോ, ആ പാർട്ട്ണർക്ക് ഉണ്ടാവുന്ന വ്യത്യാസം അറിയോ, ആ പാരന്റ്സിന് കിട്ടുന്ന ഒരു വ്യത്യാസം അറിയോ, അത് കൊടുക്കാൻ ശ്രമിക്കുക. ആ ഒരു സംഭവം നമ്മൾ കൊടുക്കാനും ഷെയർ ചെയ്യാനും ശ്രമിക്കും. ഒന്ന് അടുക്കളയിൽ കൂടെ ഒക്കെ ഒന്ന് പോയി വന്ന്, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്താണ് സ്ഥിതി എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ വീട്ടിൽ അവരുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു എന്ന് എന്റെ കൂടെ ഉള്ളവരെ തോന്നിപ്പിക്കുക എന്നുള്ളത് ഇതിലാണ് നമ്മുടെ വിജയം. അല്ലാതെ വായോണ്ട് ഇങ്ങനെ പറയാം, ഞാൻ ഇതുവരെ ഇവിടെ അല്ലേനു, ഞാൻ ഇതുവരെ ഇങ്ങളപ്പുറല്ലേനു, ഇത്രയും ദിവസം ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് പിന്നെ എന്ത് വർത്താനാ പറയുന്നത്, ഇത് നമ്മൾ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ 2 കാര്യവും നമുക്ക് ഏകദേശം പിടുത്തം കിട്ടി. ഇനി മൂന്നാമത്തേതാണ് റിസീവിങ് ഗിഫ്റ്റ്. അതായത് ഗിഫ്റ്റുകൾ കൊടുക്കുക. മൂന്നാമത്തെ ഭാഷയാണത്. ചില ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇഷ്ടം, ഗിഫ്റ്റുകൾ കിട്ടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. നമ്മുടെ ഭാഷ അങ്ങനെ ഗിഫ്റ്റ് കിട്ടാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് പല കാര്യങ്ങൾ. അത് എന്തായിരിക്കും? സ്നേഹ സമ്മാനങ്ങൾ, വലിയ എന്തോ കാര്യങ്ങൾ, വലിയ പാക്ക് ചെയ്ത് സംഭവമൊക്കെ, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വജ്രാഭരണങ്ങൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളെ എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഗിഫ്റ്റിന്റെ ഒരു അർത്ഥം, അല്ലെ? അതല്ലേ അർത്ഥം? എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്റെ ഓരോ നിമിഷങ്ങൾ, അല്ലെ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ട്. ഒന്ന് റോട്ടിലൂടെ പോയപ്പോ അവിടെ ഒരു നല്ലൊരു ഡ്രസ്സ് കണ്ടപ്പം അത് അവൾക്ക് ചേരും, അതല്ലെങ്കിൽ എന്റെ മോന് ചേരും, എന്റെ മകൾക്ക് ചേരും, അല്ലെങ്കിൽ ഇത് ഇവന് പറ്റുന്നതാണ്, ഇത് എന്റെ ഹസ്ബൻഡിന് ഇണങ്ങുന്നതാണ് എന്ന് ഓർത്തത് കൊണ്ടല്ലേ ആ വ്യക്തി അത് വാങ്ങുക. ഡ്രസ്സോ എന്തെന്നെ ആയാലും, ഇനി ഒരു പെണ്ണാണെങ്കിൽ പോലും, നല്ലൊരു പെണ്ണ്, എന്നാ ഇത് അവൾക്ക് ഇരിക്കട്ടെ, അവളാണ് ഈ നേരം ഒന്ന് കുത്തി കിഴിച്ചുകൊണ്ടിരിക്കല്, ഇനി ആ പെണ്ണും കൂടെ കൊണ്ടു കൊടുത്തിട്ട് വേണോ, അല്ലാണ്ട് തന്നെ വീട്ടിലൊരു സ്വൈര്യമില്ല, എഴുതി ഉണ്ടാക്കിയിട്ട് ഇനി പെണ്ണ് ഞാൻ കൊണ്ടു കൊടുത്തിട്ടാ അല്ല. അവർക്ക് ഒരു പേനയൊക്കെ ഗിഫ്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ. മക്കൾക്ക് കണ്ടിട്ടുണ്ടോ, ഒരു 10,000 ഇറേസർ ഉണ്ടാവും അല്ലെ, എന്നാലും അത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഷാർപ്നർ ഉണ്ടാവും, പെൻസില്, അത് കിട്ടുമ്പോഴുള്ള സന്തോഷം. വീട്ടിൽ നിന്ന് നമ്മൾ പറയും വേണ്ടേ, ഇനി പെൻസിലൊന്നും വാങ്ങന്നെ വേണ്ടാന്ന്. പക്ഷെ കുട്ടികൾക്ക് ആ പെൻസിൽ വീണ്ടും കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം വേറെ തന്നെ. അപ്പൊ മക്കളുടെ ഇഷ്ടങ്ങൾ വല്ലപ്പോഴൊക്കെ നമുക്ക്, ചിലപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു ചെറിയൊരു എമൗണ്ട്, ചിലപ്പം 10 രൂപയായിരിക്കാം. ആ 10 രൂപയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയൊരു കാര്യമാണ്. ആ കുട്ടികളുടെ മനസ്സിൽ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ള ആ ഒരു ടെൻഡൻസി, അത് കിട്ടുമ്പോഴുള്ള സന്തോഷം. 2, നമ്മളോടുള്ള ആ ഒരു അടുപ്പം കൂടി വരികയാണ്. അതേപോലെ തിരിച്ചു തരണമെന്നും അല്ലെങ്കിൽ പരിഗണിക്കണം എന്നുള്ള ആ ഒരു തോട്ട് അവരിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഈ എന്താണ്, റിസീവിങ് ഗിഫ്റ്റ് ഉള്ള ആളുകൾക്ക്, എനിക്ക് ഇഷ്ടമാണ് നന്നായിട്ട് ഗിഫ്റ്റ് തരാനും, എൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ എൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ എന്തെങ്കിലും രസമുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട്, എനിക്ക് അതിനേക്കാളൊക്കെ ഏറെ ഇഷ്ടം എന്താ അറിയോ, എവിടെയെങ്കിലുമൊക്കെ പോയി വരും പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ എന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം തരൂ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തരൂലേ, അപ്പൊ ഭയങ്കര എന്ത് പെട്ടെന്ന് വാങ്ങിയെന്ന് ചോദിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ നമ്മളധികം എന്ത് തോന്നി വാങ്ങാൻ, ഇതൊന്നും ഇല്ലാത്തതാണല്ലോ, ഇനി ഇത് വേറെ ആർക്കോ വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ, അങ്ങനെ പറയുന്നവരും ഇല്ലേ. കാരണം നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല ഇവര് ചെയ്തത്. അങ്ങനത്തെ ചോദ്യം കേൾക്കുമ്പോണ്ടല്ലോ, മതിയായി, ഇനി ഇങ്ങനെ സാധനം കൊണ്ടുവരും. ഒരു ഉള്ളിൽ അങ്ങ് പറയും, അവരുള്ളിൽ പറയൂ, ചെയ്താലും ഇങ്ങനത്തെ വർത്താനം, വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ. ചില ദേഷ്യപ്പെടുന്ന ആൾക്കാരോ, കാരണം കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരൊറ്റ ചോദ്യത്തിന്മേലെ, അല്ലെങ്കിൽ ആ ഒരൊറ്റ വാക്കില് അത് വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുന്നവരുണ്ട്, കത്തിച്ച് കളയുന്നവരുണ്ട്. കാരണം എന്താ, ഒരു ചോദ്യമാണ്, അവർ നന്നായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടു തന്നപ്പോ ഇതിപ്പോ എന്താ, വേറെ ആർക്കോ കൊണ്ടുവന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമാശ പോലെ പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോട് കൂടിയിട്ട് ഗിഫ്റ്റ് കൈമാറുകയും ചെയ്യാം, അത് റിസീവ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് ശരിക്ക് തിരിച്ചു കൊടുക്കുക. എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റ് വാങ്ങാൻ ഇഷ്ടമായതുകൊണ്ട്, കിട്ടാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കാനും ശ്രമിക്കും. എവിടെ പോയാലും എന്തെങ്കിലും നല്ലൊരു ഭംഗിയുള്ള സാധനം കാണുമ്പോഴോ എന്തെങ്കിലും കാണുമ്പോഴൊക്കെ എന്നാൽ ഇതിങ്ങനെ കൊടുത്താലോ, ഇങ്ങനെ ചെയ്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് പറയാം എന്റെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന്. ചിലപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ ഓരോരുത്തരും എനിക്ക് ലവ് ലാംഗ്വേജ് പറഞ്ഞു തരണം കേട്ടോ, നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന്. പിന്നെ എന്താ പറയാ, അതേപോലെ ഞാൻ ഇവിടുന്ന് ഇടയ്ക്ക് പറയാറുള്ള ഒരു കാര്യമാണ്, ഈ എന്താ പറയാ, നമ്മളെ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ കാണാൻ പോകും. അപ്പൊ ചെറിയ മക്കൾക്ക് 5-6 കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ ആയിട്ട് പോയിട്ട് എന്ത് കാര്യം.
ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആ കുട്ടികൾ അറിയുന്നുമില്ല. അവർക്ക് ഒരു 100,000 ഡ്രസ്സും കിട്ടിയിട്ടുണ്ടാവും, ഒരു കാര്യമില്ല. എന്നിട്ട് അത് എല്ലാം കൂടെ ആയിട്ട് 5-6 മാസം 8 മാസം പറ്റേയില്ല, ഇടാനും കഴിയില്ല. പിന്നെ പിന്നെ ആരെയും പ്രസവിക്കാൻ കാത്തു നിൽക്കും നമ്മള്, ഇത് ഇടാൻ വേണ്ടിയിട്ട് അല്ലേ? കാരണം അത്രയും ഡ്രസ്സ് ആയി പോയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ പറയായിരുന്നു എന്റെ മക്കളെയും ഡ്രസ്സൊക്കെ കിട്ടുമ്പോ ഞാൻ പറയായിരുന്നു, നേരം കൊണ്ട് ഇജക്ക് നമുക്ക് എന്തെങ്കിലും കൊണ്ടു തന്നാ പോരേനോ, ഇല്ലേ? നമ്മള് പറയില്ലായിരുന്നോ? ഞാൻ എന്നിട്ട് ഇടയ്ക്ക് ചെയ്യാറുമുണ്ട് കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ കിട്ടുന്ന കുട്ടികളാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഉമ്മ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് പ്രസവിച്ച് ആയി അങ്ങനെ ഇരിക്കുന്നത്, അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തൂടെ? കാണാൻ പോകുമ്പോ കുഞ്ഞിനൊരു ഒരു ഡ്രസ്സൊക്കെ അതിൽ വെച്ചിട്ട് മറ്റേത് ഉമ്മയ്ക്ക് കൊടുത്തൂടെ? അപ്പൊ ആ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ 3 സ്നേഹഭാഷകൾ നമ്മൾ പറഞ്ഞു. 4ാമത്തെ സ്നേഹഭാഷയാണ് ആക്ട് ഓഫ് സർവീസ്. അതായത് സേവന മനോഭാവം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, അങ്ങനെ സേവനങ്ങൾ ചെയ്യാനും സേവനങ്ങൾ കിട്ടാനും ഒക്കെ ആയിരിക്കും ഇവർക്ക് ഇഷ്ടം. അതായത് ആക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാല് ഇവർക്ക് എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരണം എന്നുള്ള ആഗ്രഹമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനും ഇഷ്ടമായിരിക്കും, പക്ഷെ അവർക്ക് അധികവും ചെയ്ത് കിട്ടാനായിരിക്കും ഇഷ്ടം. അവർക്ക് നമ്മളെപ്പോഴും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അധികവും പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ, സ്ത്രീകളിൽ ഇല്ല എന്നല്ല. ചില പുരുഷന്മാരെയും ചില ആൺകുട്ടികളെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. ബാത്റൂമിൽ കയറിയിട്ട് വിളിക്കും തോർത്തുമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ പെൺകുട്ടികളും വിളിക്കുന്നുണ്ട് അല്ലെ, ആൺകുട്ടികൾ മാത്രമൊന്നുമല്ല. തുണിയും കുപ്പായും ഒക്കെ നമ്മൾ എടുത്തു കൊടുക്കണം, ഇല്ലേ? അങ്ങനെയുള്ള ഇത് ഉണ്ടാവാറില്ലേ? അപ്പൊ ഇങ്ങനെ ആണുങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ടും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയം, ആക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ. അവർക്ക് എപ്പോഴും അങ്ങോട്ട് കിട്ടും, അത് ഭക്ഷണമായാലും അവരുടെ വസ്ത്രങ്ങൾ അയൺ ചെയ്ത് കൊടുക്കലായാലും അവരുടെ കാര്യങ്ങളൊക്കെ ഒരു മേൽക്കോയ്മ പോലെ നമ്മൾ സ്ത്രീകൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനിയിപ്പം ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് ചെയ്ത് കൊടുക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം. ആക്ട് ഓഫ് സർവീസിലെ ആ ഒരു സ്നേഹഭാഷയിൽ ഇരിക്കുന്ന അങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരോ, ഇനി അങ്ങനെയുള്ള ഭാര്യമാരുടെ ഭർത്താക്കന്മാരോ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലോ, നിങ്ങൾക്ക് അവരെ നോട്ട് ചെയ്താലോ മനസ്സിലാവും. അവർക്ക് ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും സേവനങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യണം എന്നിങ്ങനെ തോന്നുന്ന ആളുകളായിരിക്കും. ഒന്ന് നിങ്ങൾക്ക് ഇതൊന്ന് കഴുകി തന്നൂടെ, എനിക്ക് ഇതൊന്ന് ചെയ്തു തന്നൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്, ഇല്ലേ? ഭർത്താക്കന്മാരിങ്ങനെ ആയിരിക്കും. അപ്പൊ ഒന്നിവിടെ വരി, അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്യ്, അല്ലെ ഇതൊന്നാക്കി എന്ന് പറഞ്ഞ അധിക ആണുങ്ങളും എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, അത് ഇസ്തിരിട്ടൂട്, അല്ലെങ്കിൽ അത് എടുത്തു വെച്ചൂടെ. അവർക്ക് വേണ്ട A to Z കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചാലേ അത് മുഴുവനാവുള്ളൂ എന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുണ്ടാവാറ്. നല്ല പോയിന്റ് അല്ലേ? അതാണ്.
ഹലോ, Breaking, ma'am. It's not clear. ഓക്കെ, No. ക്ലിയർ ആവുന്നില്ല. ഇല്ല ക്ലിയർ അല്ല. ഒന്ന് ക്യൂറ്റിയത്തേക്ക് കയറും. ഷെബിൻ ഒന്ന് ഔട്ടായിട്ട് കയറും. ക്ലിയർ ഇല്ല. ക്ലിയർ ഇല്ല അല്ലേ? ഇല്ല. ഒന്ന് റീജോയിൻ ചെയ്ത് നോക്ക്. ഇല്ല മാം, തീരെ ക്ലിയർ അല്ല കേട്ടോ. മാം ഒന്ന് റീജോയിൻ ചെയ്താലേ റെഡി ആവും തോന്നുന്നു. റേഞ്ച് പ്രശ്നമായിരിക്കും. വരുന്നുണ്ട്. ഓക്കെ, ഓക്കെയാണ്, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ നമ്മള് 4 ലവ് ലാംഗ്വേജസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ്, വേർഡ്സ് ഓഫ് അഫർമേഷൻ. 2, ക്വാളിറ്റി ടൈം. 3, റിസീവിങ് ഗിഫ്റ്റ്. 4, ആക്ട് ഓഫ് സർവീസ്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഒരെണ്ണമാണ്, 5ാമത്തേതാണ്. എന്താണ് അത്? ഫിസിക്കൽ ടച്ച്. ഈ ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത്, ഫിസിക്കൽ ടച്ച് ഒക്കെ എല്ലാവരിലും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും സ്നേഹഭാഷ ഫിസിക്കൽ ടച്ച് ആയിട്ട് വരുന്ന ആളുകൾക്ക് കുറച്ച് അധികം ഒന്ന് ടച്ച് ചെയ്യാനും എന്താ പറയുക, ഒന്ന് ഹഗ് ചെയ്യാനും, ഒന്ന് എപ്പോഴും കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാനൊക്കെ ഒരു ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അങ്ങനെ ഫിസിക്കൽ ടച്ച് ഉള്ള ആളുകൾ നമ്മൾ എന്നെ കേൾക്കുന്നവരിലുണ്ടോ? ഉണ്ട്, ഇല്ലാണ്ടില്ല, ഉണ്ട്. അപ്പോ ഈ ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് അവർക്ക് ഒന്ന് തൊട്ട് തലോടി സംസാരിക്കുന്നതും, കുറച്ചു നേരം മടിയിൽ കിടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കുറച്ചേരം മടി കിടക്കുക, ഒന്ന് തൊട്ട് കഴിഞ്ഞെടുക്കുക, നല്ലോടി കൊടുക്കുക, ഇങ്ങോട്ട് മാത്രം പ്രതീക്ഷിക്കണ്ടാണ്. മനസ്സിലായ? അവിടെ ഈ ക്ലാസ് വേറെ ആർക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. കണ്ടോ? കേട്ട് പഠിച്ചോ? ഇതൊക്കെ ഇങ്ങനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ഇത് എനിക്ക് മാത്രമല്ല അല്ലാന്ന്. അല്ലേ? ഇപ്പൊ ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ, ചില ആളുകൾക്ക്, ചിലവർക്ക് എന്താ പ്രശ്നം എന്നറിയോ? ഇത് കാണുമ്പോ, ഫിസിക്കൽ ടച്ച് ഉള്ള ആളുകളെ കാണുമ്പോ ഭയങ്കര വിമിഷ്ടമുള്ളത്, എന്താപ്പോ ഏത് നേരം ഇങ്ങനെ തൊട്ടുരുമിയ നടക്കുക പറയില്ലേ? അത് അവരുടെ ഭാഷ അതല്ല. അപ്പൊ അത് കാണുമ്പോ മറ്റുള്ളവർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ തോണ്ടി പിടിച്ചും. ഇത് സ്ത്രീകൾക്ക് കുറച്ചധികം കാണാറുണ്ട്. എന്നാൽ പുരുഷന്മാർക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ തൊട്ടുരുമി നടക്കാൻ ഇഷ്ടമുള്ള പുരുഷന്മാരും ഉണ്ട്. പക്ഷെ ചില പെണ്ണുങ്ങളാണ് ഒന്ന് പിടിക്കുന്നതും, അല്ലെങ്കിൽ കൈ പിടിക്കുക, ക്രോസ് ചെയ്യും, വണ്ടിയിലിരിക്കുമ്പോ ഒന്ന് അധികം അമർന്നിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് കൈ പിടിക്കുക, അതൊക്കെ ചെയ്യുമ്പോ ചില ആണുങ്ങൾ എന്താ പറയാ അറിയോ, എന്താ പ്രതികരിക്കാറിയോ? ഒന്ന് മാറിന്നേ, ഒന്ന് വിട്ടുന്നേ, ഒന്ന് മിണ്ടാതെന്നേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? ഈ ടച്ച് ഭാഷ ടച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരിക. കാരണം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ്? എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല, നിങ്ങൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. അവരുടെ ഭാഷ അതല്ല, അവരുടെ ഭാഷ ഫിസിക്കൽ ടച്ച് അല്ല. അവർക്ക് വല്ല ആക്ട് സർവീസ് എങ്ങനായിരിക്കും അവരുടേത്. മനസ്സിലായില്ലേ? അവര് വേറെ ഏതോ ലോകത്താണ്. അപ്പൊ അവർക്ക് ഇവിടെ ടച്ചിങ്ങിലൊന്നും വലിയത് വരുന്നില്ല. അവർ ടച്ചൊക്കെ ചെയ്യും അവരുടേതായ ഏരിയയിലേക്ക് എത്തുമ്പോൾ.
അല്ലാതെ ഏത് സമയവും ടച്ച് ചെയ്യാൻ പുരുഷന്മാർ എന്താ പറയാ, സ്ത്രീകൾ ഒട്ടും അംഗീകരിക്കാത്ത ആളുകളുണ്ട്. ചിലപ്പോ പുരുഷന്മാർ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുക, പറയുക, വല്ല തോണ്ടലോ പിടിക്കലോ ഒക്കെ ഉണ്ടാവുമ്പോഴേക്ക് മാറിക്കി, അല്ലെങ്കിൽ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നം വരുന്നത്. നമ്മള് ഈ 2 ടൈപ്പ് ആളുകൾ വരുമ്പോ കുട്ടികൾക്ക്, എത്രയോ കുട്ടികൾക്ക് ഒന്ന് കെട്ടിപ്പിടിക്കുക, അവരൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് പുറത്തൊക്കെ തട്ടിയിട്ടൊന്ന് അടിപൊളിയാണ്, നീ ഉഷാറാണ്, നിനക്ക് ഇതിൽ കൂടുതൽ ഇതാവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിലൊക്കെ ഒരു ചുംബനൊക്കെ കൊടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അഭിനന്ദിച്ച്, അതായത് അവർക്കൊരു ടച്ചിലൂടെ, അവർക്കൊരു സ്പർശനം എന്തിലും ആവശ്യമാണ്. അതായത് ഒരു സ്കിൻ ടച്ച്, ഒരു സ്പർശനം ആഗ്രഹിക്കുന്നവരാണ്. വെറുതെ ഇരിക്കുകയാണെങ്കിലും ഒന്ന് കയ്യോ കാലോ ഒന്ന് ഒരു മേലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇങ്ങനെ തട്ടിയിട്ടെങ്കിലും ഇരിക്കണം, തട്ടിയിട്ടെങ്കിലും നിൽക്കണം എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്. അപ്പൊ ഒരു വേറൊരു പ്ലസന്റ് മൈൻഡിലേക്ക് നമ്മൾ എത്തിപ്പെടും. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഈ ഫിസിക്കൽ ടച്ചിൽ ഉള്ള ആളുകൾ. അപ്പൊ ഇതൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തരുടെ മുഖം കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഇത്രയും ആളുകൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ മക്കൾ ഉണ്ടായിരിക്കും, നിങ്ങൾ അറിയുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരിക്കും. അപ്പൊ ഇവരുടെ പ്രശ്നം ഇതായിരുന്നു അല്ലേ, അപ്പൊ ഇവരുടെ ഭാഷ ഇതാണ് അല്ലേ, അതുകൊണ്ടാണ് ഇത്ര വലിയ വിഷയം ഉണ്ടായത് അല്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളുടെ കൂടെയുള്ള ആളുടെ ഭാഷയും നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കിട്ടിയില്ലേ? കിട്ടിയോ? കിട്ടി. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇത് പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഭാഷയിലാണോ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറോട് പെരുമാറേണ്ടത് ഈ ഭാഷയിലാണോ? അല്ല, അവരുടെ ഭാഷ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുടെ ഭാഷയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പെരുമാറണം, അവർക്ക് വേണ്ടത് കൊടുക്കണം. എപ്പോഴും ദിവസേന അങ്ങനെ ചിലപ്പോൾ നടത്തിക്കൊള്ളാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല, എന്നാലും നമ്മൾ പ്രയോറിറ്റി അവർക്ക് കൊടുക്കണം. ഇതിൽ ഏറ്റവും രസം എന്താന്ന് വെച്ചാല്, ഈ ആക്ടിങ് സർവീസോ അല്ലെങ്കിൽ റിസീവിങ് ഗിഫ്റ്റോ ആഗ്രഹമുള്ള ഒരാൾക്ക് ടച്ച് ആയിരിക്കും പാർട്ട്ണർ. അപ്പൊ ഇയാള് വലിയ സംഭവമായിട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ കൊടുക്കും. ഗിഫ്റ്റ് ആ പാർട്ട്ണർക്ക് ഗിഫ്റ്റിനോട് വലിയ ഒരു താല്പര്യം ഉണ്ട്, അവർക്ക് വലിയ ടച്ചോ കാര്യമായിരിക്കും. ഞാൻ ഇത്രയും പൈസ ചെലവാക്കി അവൾക്കൊരു സാധനം കൊടുത്തിട്ട് അവൾക്കൊരു വലിയ വിലയില്ല എന്ന് ആര് വിചാരിക്കും? ഹസ്ബൻഡ്. പക്ഷെ അപ്പുറമുള്ള ഭാര്യ എന്താ വിചാരിക്കുക? കുറെ അതും ഇതും കൊണ്ടു തന്നിട്ട് എന്താ, അതൊന്നല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കുറച്ചു നേരം അടുത്തിരിക്കുക, ഒന്ന് എന്താ വിശേഷം ചോദിക്കുക, ഒന്ന് ഇടക്കൊന്ന് ചേർത്ത് പിടിക്കുക, അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക അല്ലെ, ഒന്ന് മടിയിൽ തലവെച്ച് കിടക്കുക. ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അപ്പുറമുള്ള പാർട്ട്ണർ ചിന്തിക്കുന്നത്. 5 പൈസ ചെലവില്ലാത്ത കാര്യം. ഇവിടെ ലക്ഷങ്ങൾ ചെലവാക്കി ഐഫോൺ 16ഉം 17ഉം ഒക്കെ ചിലപ്പം ഇവിടെ പർച്ചേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, അതിനൊന്നും ഒരു കാര്യവും ഉണ്ടാവില്ല. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും മനസ്സ് എന്ന് പറയുന്നത്, ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ഒരു ബാലൻസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പറ്റിയാലുണ്ടല്ലോ, വളരെ സ്മൂത്താണ് നമ്മുടെ ലൈഫ്, വളരെ രസകരവുമാണ് ലൈഫ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇത് മനസ്സിലാക്കി ഇത് പഠിച്ച് ആയി കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പിൽ ജീവിക്കാന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് അന്യോന്യം പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുന്ന കുട്ടികളിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവരെ അപ്രിസിയേഷൻ കൊടുക്കുക, വാക്കിലൂടെ പ്രശംസിക്കുക, ഈ 5ഉം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 5 കാര്യവും നിർബന്ധമായിട്ട് വേണ്ടതാണ്. അതിൽ കൂടുതലായിട്ടുള്ളത് ഏതാണോ അത് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓരോരുത്തർക്കും പറയാൻ പറ്റുന്നവർക്ക് പറയാട്ടോ. നിങ്ങളുടെ സ്നേഹഭാഷ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നോട് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കുകയും അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുകയും ഒക്കെ ചെയ്യാം. മനസ്സിലായവര് ഞാൻ ഇതാണെന്ന് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നവർക്ക് നിങ്ങൾക്ക് പറയാം, ഞാൻ ഇങ്ങനെയാണ് മാം, പറഞ്ഞോളൂ. ക്വാളിറ്റി ടൈം, ഷഹബാൻ ക്വാളിറ്റി ടൈം ആണ്. ഓക്കെ, ഇനി അടുത്ത ആള്. ക്വാളിറ്റി ടൈം സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടോ, ക്വാളിറ്റി ടൈമും കമ്മ്യൂണിക്കേഷനും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ്. ഇതിൽ കേൾക്കുന്നവരിൽ പുരുഷന്മാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്.
വേറെ ആർക്കും ഒരു ഭാഷയും ഇല്ലാത്തവരാണോ എന്നെ കേട്ടത്? ഒരു ഭാഷയില്ലേ നിങ്ങൾക്ക് ആർക്കും? നജിമത്ത ചിരിക്കുന്നുണ്ടല്ലോ. നജിമത്താനെ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ, ഷബാനയും. ആ, റെജീന മാം, എന്താണ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് സംസാരിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഹായ് മാം. കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ, ഹായ് ഹായ്. മാം. ഞാൻ ബിന്ദു. എനിക്കിപ്പോ ഈ 5 എല്ലാം കുറെ ഉണ്ട്. പക്ഷെ ഏതാന്ന് കറക്റ്റ് മാക്സിമം ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് 5 എല്ലാവരിലും ഉണ്ടാവും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കിട്ടണം എന്ന് തോന്നുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് സമയമോ അല്ലെങ്കിൽ കിട്ടണം എന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവും. അതായിരിക്കും നിങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. എനിക്ക് അഫർമേഷൻ ആണോ? അഫർമേഷൻ ആണ്. അതെ, കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. വേർഡ്സ് ഓഫ് അഫർമേഷൻ. വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അഭിനന്ദനങ്ങളൊക്കെ നമുക്ക് നമ്മൾ അഭിനന്ദിക്കുമ്പോഴും നമ്മൾ അംഗീകരിക്കുമ്പോഴും പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, നമുക്കൊരു വേറെ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ? ഒരു എനർജി ഒക്കെ ഇങ്ങനെ എവിടുന്നാ വരുന്നത് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഒരു ഉഷാറ് കുറവുണ്ടോ, അല്ലെങ്കിൽ ഒരു എവിടെയോ ഒരു സുഖം പോരാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ സംഭവം ഒന്ന് പഴറ്റി നോക്കൂ, അവർ നല്ല ഉഷാറായിക്കോളൂ. അത് കുട്ടികളായാലും കേട്ടോ, മക്കളായാലും നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കൂ, അടിപൊളിയായിട്ട് മാറ്റം വരും. വേറെന്താണ്? അപ്പൊ നമ്മുടെ വേറെ ആർക്കൊന്നും പറയാനില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാനുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയതും ഇങ്ങനെയുള്ള ഈവനിങ്ങിൽ പറ്റുന്ന ആഴ്ചയിൽ 3 ദിവസമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്, ഒരു സെഷൻ സംഘടിപ്പിച്ചതൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫാമിലിയിൽ എത്തിപ്പെടുക, എല്ലാവരും മാക്സിമം കഴിയുന്നവരൊക്കെ ഓരോരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഒന്നിടവിട്ടിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. ക്ലാസ്സുകളിലൊക്കെ കേൾക്കാൻ ശ്രമിക്കുക, അതിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല ആർക്കും അറിയാൻ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമാണ് ഈ 10 മിനിറ്റ്. അഫർമേഷൻ ക്വാളിറ്റി ടൈം. ഇപ്പോഴാണ് പറയുന്നത് റെജിന മാം, അഫർമേഷൻ ക്വാളിറ്റി ടൈം ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. നമ്മളെ ഇവിടെ കൂടിയിട്ടുള്ളത് EFT, അതായത് മൈൻഡ്ഫുൾനെസിന്റെ EFT എന്ന് പറഞ്ഞിട്ടുള്ള ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്തെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പകർത്തണം, നമുക്ക് എന്തെല്ലാം നേടിയെടുക്കണം, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുണ്ട് എന്നുള്ളതൊക്കെ. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവണം, വേണ്ടേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുന്നത്? എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? എന്തുകൊണ്ടാ എന്റെ പ്രശ്നം മാത്രം തീരാത്തത് എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മളോടും ദൈവത്തിനോടും ബാക്കിയുള്ളവരോടും ഒക്കെ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തെറാപ്പിയാണത്, ഒരു ടെക്നിക്കാണ്. ആ ഒരു തെറാപ്പിയെ കുറിച്ച് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് തിരിച്ചറിയുക, സ്വന്തത്തിനെ തന്നെ തിരിച്ചറിഞ്ഞ് ആ ഒരു തെറാപ്പി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫിനെ സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ്. വെയിറ്റ്ലെസ് ആക്കുക. നമുക്ക് എപ്പോഴും വെയിറ്റാ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവിയാ അല്ലേ? നമുക്കിങ്ങനെ പറക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു അപ്പൂപ്പൻ താടിനെ പോലെ ഇങ്ങനെ വളരെ വെയിറ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് ഇരിക്കാൻ വരെ പറ്റാത്തത്രയും ബുദ്ധിമുട്ടുകളോ അവസ്ഥകളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാവാം. എല്ലാ സമയത്തും അല്ല, ചില സമയത്തെങ്കിലും അല്ലെ? എന്നാൽ നിത്യേന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ കുറെ മനസ്സിലെ കുറെ പ്രശ്നങ്ങള്, നമ്മുടെ ചുറ്റുപാടുകള്, നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ കുറെ ക്യാരക്ടർ, അവരിൽ ഉണ്ടാവുന്ന കുറെ വാക്കുകള്, മുറിവേറ്റ കുറെ കാര്യങ്ങള് അല്ലെ?
ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് അത് ജീവിതമല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു സമൂഹമല്ലേ, നമ്മളൊരു വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പൊ അതിനൊക്കെ എങ്ങനെ തരണം ചെയ്ത്, അതിനൊക്കെ എങ്ങനെ നമ്മൾ ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്, ഒരു മെത്തേഡാണ് ഈ ഒരു EFT എന്ന് പറയുന്നത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഇതിലൂടെ കുറച്ച് തെറാപ്പി സിസ്റ്റംസിലൂടെ കുറച്ച് പ്രഷർ പോയിന്റ്സ്, നമ്മുടെ ശരീരത്തിൽ കുറച്ച് പ്രഷർ പോയിന്റ്സ് ഉണ്ട്. ആ ഒരു ഏരിയയിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ച് ടാപ്പിംഗ് മെത്തേഡിലൂടെ അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ പല കാര്യങ്ങളെയും ഹീൽ ചെയ്ത് ഒഴിവാക്കുന്ന, നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിട്ട് നമ്മുടെ കുറേ പ്രശ്നങ്ങളെ നമ്മൾ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒഴിവാക്കി ഫ്രീ ആക്കിയിട്ട് വിടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏറ്റവും നല്ലൊരു തെറാപ്പിയാണ് EFT എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മാക്സിമം ഓരോരുത്തരും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കാളികളാവുക, ക്ലാസ്സുകൾ കേൾക്കുക, ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കുക. നിങ്ങൾക്ക് ഇതിലൂടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്ന് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡിയാക്കി കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ പറ്റും അല്ലെ. നമ്മൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിനെയും നമുക്ക് എന്താക്കിയെടുക്കാൻ, മാറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എളുപ്പമാവട്ടെ. ഒരുപാട് ആളുകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ഓരോ നിമിഷം ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, അവനവന്റെ ലൈഫിലെ പ്രശ്നങ്ങളും ചുറ്റുപാടുകളും എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് ചിന്തിക്കുക. ഞാൻ എന്നാൽ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക. ഈ ഓരോ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പോരാട്ടോ, എനിക്ക് കുറച്ച് ആളുകളെ കാണണം, ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വരണം. ഇങ്ങനെ പരിചയമായി വരണല്ലോ, അതുകൊണ്ടാണ്. ഇപ്പൊ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പൊ ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കുക, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക, ഇന്ററാക്ഷൻസ് ഒക്കെ നടത്താം, എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് തോന്നുന്നു അങ്ങനെ കുറെ അല്ലാത്ത ആളുകളൊന്നും നമ്മുടെ കൂടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫാമിലി പോലെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു ക്ലാസ്സും പിന്നെ കുറെ ആള് കേട്ടിരിക്കലും അങ്ങനെ ഒന്നും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച ക്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകുമ്പോൾ അതിനൊരു ഭംഗി വേറെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ക്ലാസ്സിനെയും ഈ ഒരു സെഷന്റെ വൈബിനെ മാറ്റിയെടുക്കണം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ, നല്ലൊരു രാത്രിയിലെ സുഖനിദ്രയൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.